ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ അമൃത. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അത്തിപ്പഴം അല്ലെങ്കിൽ ഫിഗിനെ കുറിച്ചുള്ളതാണ്. ഇത് പണ്ടുകാലം മുതൽ ഖുറാനിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. അത് പണ്ട് മുതലേ ഉപയോഗിച്ച് വരുന്ന ഒരു പഴം കൂടിയാണ്. ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ഇത് ആർക്കൊക്കെയാണ് ഉപയോഗിക്കുന്നത് നല്ലത് എന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ വിശദമായിട്ട് നോക്കാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇതിൻ്റെ ആദ്യത്തെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ വയറിന് ഉള്ള നമ്മുടെ ഡൈജഷൻ വളരെ ക്ലിയർ ആക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം ഒക്കെ ഉള്ളവർക്ക് ഇത് വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പഴം കൂടിയാണ്. ഈ ഡ്രൈ ഫ്രൂട്ടായിട്ട് നമുക്ക് അവൈലബിൾ ആകുമ്പോൾ എല്ലാ സീസണിലും നമുക്കിത് അവൈലബിൾ ആണ്. അതല്ലാതെ നമുക്കിതിൻ്റെ പഴം നമുക്ക് എല്ലാ സീസണിലും കിട്ടില്ല. ആ ഫ്രൂട്ടിൻ്റെ സീസണിൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. പക്ഷെ നമുക്കിത് മാർക്കറ്റിൽ അഞ്ചീർ അല്ലെങ്കിൽ ഫിഗ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ സമയത്തും വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഇതിൻ്റെ ഡ്രൈ ആയിട്ടുള്ള ഫോം. അപ്പോൾ ഇത് നമുക്ക് ഒരു 3 എണ്ണമൊക്കെ ഡെയിലി കഴിക്കുകയാണെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഒഴിവാക്കാൻ പറ്റുന്നുള്ളതാണ്. IBS പോലുള്ള കണ്ടീഷൻ ഉള്ളവർക്കും ഈ ഒരു ഫ്രൂട്ട് ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് 3-4 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. ഓവർനൈറ്റ് സോക്ക് ചെയ്യണം എന്നുള്ള ആവശ്യമൊന്നുമില്ല. രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് കോൺസ്റ്റിപ്പേഷൻ ഒഴിവാക്കാൻ വളരെ സഹായകമാണ്. അതുപോലെ തന്നെ ഡൈജഷൻ വളരെ പ്രോപ്പറാക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. ഇതിൽ ധാരാളമായിട്ട് ഫൈബർ അടങ്ങിയിട്ടുണ്ട്, സോലിയബിൾ ഫൈബറാണ് അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ നല്ല രീതിയിലുള്ള ഡൈജഷന് സഹായിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് കോൺസ്റ്റിപ്പേഷൻ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഇത് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത ഒരു യൂസ് എന്ന് പറയുന്നത് ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നമുള്ളവർക്ക്, അതുപോലെ BP ഉള്ളവർക്കും ഒക്കെയാണ്. ഇതിൽ ധാരാളമായിട്ട് പൊട്ടാസ്യം കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ BP നോർമലാക്കാൻ സഹായിക്കുകയും ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രൈ ഫ്രൂട്ട് തന്നെയാണ് ഫിഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഹാർട്ട് ഇപ്പോൾ സർജറി ഒക്കെ കഴിഞ്ഞിട്ടുള്ളവരാണ്, ഡയറ്റൊക്കെ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്ത് തുടങ്ങുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് ഇതുകൂടെ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ BP ഉള്ളവർക്കും നമുക്ക് BP നോർമലാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പൊട്ടാസ്യം കണ്ടന്റ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ഈ ഫ്രൂട്ട് ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അടുത്ത ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇതിൽ ധാരാളമായിട്ട് മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ കാൽസ്യം അടങ്ങിയിട്ടുണ്ട്, സിങ്ക് അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ ബോൺ ഡെൻസിറ്റി പ്രോപ്പറായിട്ട് നിലനിർത്താൻ സഹായിക്കുന്നുണ്ട്. എല്ല് തേയ്മാനമൊക്കെ വരുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഒരു 40 ഒക്കെ ആകുമ്പോൾ നമ്മുടെ ഡെൻസിറ്റി മെല്ലെ മെല്ലെ കുറഞ്ഞു വരും, ബോൺ ഡെൻസിറ്റി. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു 35 ഒക്കെ കഴിയുമ്പോൾ തന്നെ നമുക്കിത് ഉൾപ്പെടുത്തുവാണെങ്കിൽ ആ ബോൺ ഡെൻസിറ്റി കുറയുന്നത് തടയാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് മൂലം പറ്റുന്നതാണ്. അടുത്ത ഒരു ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ് എന്ന് പറയുന്നത് അയൺ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ HB കുറവൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നമുക്കിത് ഡയറ്റിൽ ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ എപ്പോഴും കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രൈ ഫ്രൂട്ട് കൂടിയാണ് ഈ ഫിഗ് എന്ന് പറയുന്നത്. ക്ഷീണമൊക്കെ പെട്ടെന്ന് ക്ഷീണം വരുന്നതൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. ഒത്തിരി ക്ഷീണമുള്ളവരാണ്, എപ്പോഴും ഒരു ക്ഷീണം തോന്നുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കും ഇത് ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ചരകസംഹിതയിൽ ഇത് ക്ഷീണം അകറ്റാൻ പറഞ്ഞിട്ടുള്ള മരുന്നുകളുടെ കൂടിയാണ് ഈ ഒരു ഫ്രൂട്ടിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ക്ഷീണം അകറ്റാൻ ഇതിന് വളരെ നല്ല കഴിവാണുള്ളത്. കുട്ടികൾക്ക് ഒക്കെ അയൺ കണ്ടന്റ് കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമുക്കിത് കുട്ടികൾക്ക് ഇത് കൊടുക്കാം. ഒരു 2 എണ്ണമൊക്കെ ഡെയിലി അവർക്ക് കൊടുത്താൽ മതി. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നമുക്കിത് വേണമെങ്കിൽ പാലിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് മിൽക്ക് ഷേക്കൊക്കെ പോലെ അടിച്ചു കൊടുക്കാവുന്നതാണ്. അങ്ങനെ ആകുമ്പോൾ അവർക്ക് നല്ല എനർജി ബൂസ്റ്റിംഗ് കൂടിയാണ് ഇത്. അതുപോലെ തന്നെ എല്ലാ മിനറൽസും, ഈ ഞാൻ പറഞ്ഞിട്ടുള്ള മിനറൽസൊക്കെ നന്നായി കിട്ടുകയും ചെയ്യും, അയണൊക്കെ ധാരാളമായി കിട്ടുകയും ചെയ്യും. നമ്മൾ നല്ല രീതിയിലുള്ള അബ്സോർപ്ഷൻ നടക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും, ഡൈജഷനൊക്കെ പ്രോപ്പർ ആവുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്, പാലിലൊക്കെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും വളരെ നല്ല ഒരു ഫ്രൂട്ടാണ്. ഇമ്മ്യൂണിറ്റി നല്ല രീതിയിൽ കൂട്ടാൻ സഹായിക്കുന്നുണ്ട്. ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസും വിറ്റാമിൻ C ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഇമ്മ്യൂണിറ്റി കിട്ടാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇതിൽ കുറച്ച് കൂടുതലാണ് ഷുഗർ കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡയബറ്റീസ് ഉള്ളവർ യൂസ് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അവർ വളരെ ലിമിറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുക. ഇപ്പോൾ ഒരു ഫ്രൂട്ട് ഒരെണ്ണം ഒരു ഡ്രൈ ഫ്രൂട്ട് നമുക്ക് ഒരു ദിവസം കഴിക്കാം. അങ്ങനെ ആഴ്ചയിൽ 3 പ്രാവശ്യമൊക്കെ കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഡയബറ്റീസ് ഉള്ളവർ അതൊന്ന് കൺട്രോൾ ചെയ്ത് കഴിക്കുക, ബാക്കി എല്ലാവർക്കും തന്നെ കഴിക്കാവുന്നതാണ്. പിന്നെ അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഫെർട്ടിലിറ്റി കേസിലാണ്. അതായത് ഗർഭധാരണത്തിനൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ മെയിൽസിനായാലും ഫീമെയിൽസിനായാലും 2 പേർക്കും ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളതാണ്. ഇത് ഓവർ
ഓവത്തിൻ്റെ ക്വാളിറ്റി അതുപോലെ തന്നെ സ്പേമിൻ്റെ ക്വാളിറ്റിയും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ്. ഇതിൽ ഫോളേറ്റ് അടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഫോളിക് ആസിഡ് ഗുളികകളൊക്കെ പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പ് 3 മാസം മുമ്പൊക്കെ കഴിച്ചു തുടങ്ങാറുണ്ട്. അതുപോലെ തന്നെ ഇതിലും ഫോളേറ്റ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമുക്കൊരു നമ്മൾ ട്രൈ ചെയ്യുന്ന സമയങ്ങളിൽ ഗർഭധാരണത്തിന് ട്രൈ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ എഗ്ഗിൻ്റെയൊക്കെ ഓവത്തിൻ്റെയും അതുപോലെ തന്നെ സ്പേമിൻ്റെയും ഒക്കെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ്. അതുപോലെ സ്പേമിൻ്റെയൊക്കെ കൗണ്ട് കൂട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ മെയിൽസിലും ഫീമെയിൽസിലും നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് റെസ്പിറേറ്ററി പ്രശ്നങ്ങളുള്ളവർക്കും വളരെ നല്ലതാണ്. റെസ്പിറേറ്ററി ഇടയ്ക്കിടയ്ക്ക് ശ്വാസം മുട്ട് പോലുള്ള ആസ്മ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കും ഇത് ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. പിന്നെ ഇത് ഈ ഒരു ഫ്രൂട്ടിൻ്റെ ഗുണം എന്ന് പറയുന്നത് ചില നട്ട്സൊക്കെ ചിലർക്ക് അലർജി ഉണ്ടാവാറുണ്ട്. ബദാമൊക്കെ പലർക്കും അലർജി കാണാറുണ്ട്. പക്ഷേ ഇതിന് അങ്ങനെ ഒത്തിരി അലർജി പ്രശ്നങ്ങളും കാണാറില്ല. അലർജി അങ്ങനെ നട്ട്സ് അലർജി ഉള്ളവർക്കും ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളതാണ് ഈ ഒരു ഡ്രൈ ഫ്രൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ ഇത് മുടിക്കും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനും ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്. മുടിയുടെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. അത് ഒരു മുടിയുടെ സ്ട്രാൻഡ്സ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ തിക്നെസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫിഗ് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട്, വിറ്റാമിൻ ഇ അടങ്ങിയിട്ടുണ്ട്, അതുപോലെ ആൻറ്റി ഓക്സിഡൻസ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് സ്കിന്നിൻ്റെ മോയ്സ്ചർ നല്ല രീതിയിൽ നിലനിർത്താൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ സ്കിന്നിൽ ഉണ്ടാകുന്ന റിങ്കിൾസ് കുറക്കാനും ചുളിവുകൾ ഫൈൻ ലൈൻസ് ഇതൊക്കെ കുറക്കാനും സഹായിക്കുന്നുണ്ട്. പിന്നെ സ്കാർസൊക്കെ ഉണ്ടെങ്കിൽ ആ സ്കാർസിൻ്റെ മാർക്ക് കുറക്കാനും അതുപോലെ ആക്നെയൊക്കെ വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാനും ഒക്കെ ഈ ഒരു ഫ്രൂട്ട് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് മൂലം പറ്റും. അതുപോലെ തന്നെ നമുക്കിതൊരു ഫേസ് മാസ്ക് ആയിട്ടും ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ റിങ്കിൾസും ഫൈൻ ലൈൻസും ഒക്കെ കുറക്കാനും അതുപോലെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ കുറക്കാനും ഒക്കെ വേണ്ടിയിട്ട് നമുക്കിതൊരു ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കാം. അതിന് നമുക്കിത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കുക. ആ പേസ്റ്റിലോട്ട് തൈര് മിക്സ് ചെയ്യാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് തേൻ മിക്സ് ചെയ്യാം. ഇത് ഏതെങ്കിലും ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിൽ തൈര് മിക്സ് ചെയ്യേണ്ട, നിങ്ങൾക്ക് തേൻ മിക്സ് ചെയ്യാം. അങ്ങനെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് നമുക്ക് തേനിലോ അല്ലെങ്കിൽ തൈരിലോ മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു ഫേസ് പാക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നല്ലൊരു ആൻറ്റി ഏജിങ് പാക്ക് കൂടിയാണിത്. അപ്പോൾ ഇതാണ് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഒരു ബെനിഫിറ്റ് ഡയറ്റ് എടുക്കുന്നവർക്കാണ്. ഡയറ്റ് പ്രോപ്പറായി നോക്കുന്നവരാണെങ്കിൽ വെയിറ്റ് കുറക്കാൻ ട്രൈ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കും ഇത് ഉൾപ്പെടുത്താവുന്നതാണ്. നമുക്ക് ഫൈബർ കണ്ടന്റ് ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ വയറ് പെട്ടെന്ന് ഫില്ലായ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഇതിൽ ധാരാളമായിട്ട് കാൽസ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട്. സിങ്ക് അടങ്ങിയിട്ടുണ്ട്, അയൺ അടങ്ങിയിട്ടുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു. അതുപോലെ വിറ്റാമിൻ കെ, വിറ്റാമിൻ സി ഇതൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഫോളേറ്റ് അടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള മിനറൽസും വിറ്റാമിൻസും ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഡയറ്റ് എടുക്കുമ്പോൾ ചിലപ്പോൾ പ്രോപ്പറായിട്ടുള്ള വിറ്റാമിൻസ് ന്യൂട്രിയൻസ് കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുകൂടെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള മിനറൽസും ഒക്കെ കിട്ടാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇതും ഡയറ്റ് എടുക്കുന്നവർക്കും നിങ്ങൾക്കിത് നിങ്ങളുടെ ഡയറ്റിൽ 2-3 എണ്ണം ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഫിഗിനെ കുറിച്ച് പറയാനുള്ളത്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക്